ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതിൽ സൗണ്ടിന് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു തവണ കൂടി റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ആൻസർ ചെയ്ത് വെച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 2's കോംപ്ലിമെൻറ്റ് ഓഫ് ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ഈ നമ്പറിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബൈനറി നമ്പർ എഴുതി, അതിന് ശേഷം ഈ ബൈനറി നമ്പറിൻ്റെ 1's കോംപ്ലിമെൻറ്റ് കണ്ട് അല്ലേ, 1's കോംപ്ലിമെൻറ്റ് കണ്ട് 1's കോംപ്ലിമെൻറ്റ് കാണാൻ നമുക്കറിയാം 1നെ 0 ആക്കുക, 0നെ 1 ആക്കുക. 1's കോംപ്ലിമെൻറ്റ് കണ്ട് അതിന് ശേഷം എന്തായി, നമുക്ക് ആ 1's കോംപ്ലിമെൻറ്റിലൂടെ 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2's കോംപ്ലിമെൻറ്റ് കിട്ടി. 0 + 1 = 1 അല്ലേ, 0 1 0 1 1 0 0. ദിസ് ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഹെക്സാഡെസിമലിലേക്കാണെങ്കിൽ ഈ ബൈനറി നമ്പറിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എങ്ങനെയാണ് 4 ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഇനി ഒക്ടൽ നമ്പറാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 3 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. നോക്കിയാൽ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ബിറ്റ് വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് കണ്ടോ, 4 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് 100 മീൻസ് 8 അല്ലേ, 1008 ദെൻ 1100 = 12 കിട്ടി. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമലിൽ എത്ര, 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്, 11 ബി, 12 സി. അപ്പോൾ ആൻസർ വരുന്നത് എന്താ, ഇങ്ങനെ ആൻസർ വരും 8C. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സഫിഷ്യൻറ്റ് ടു ഡ്രൈവ് എ ബൂളിയൻ എക്സ്പ്രഷൻ. ഓക്കെ, ഒരുപാട് ആളുകൾക്ക് ഡൗട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഒരു ബൂളിയൻ എക്സ്പ്രഷൻ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലോജിക് ഗേറ്റ്സ് ആണ് ആവശ്യം? അതായത് എല്ലാ തരത്തിലുള്ള ബൂളിയൻ എക്സ്പ്രഷനെയും ഡിഫൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് അല്ലേ. യൂണിവേഴ്സൽ ഗേറ്റ്സ് ആരൊക്കെയാണ്? നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ നാൻഡ് ഗേറ്റോ നോർ ഗേറ്റ് ഉണ്ടെങ്കിൽ അത് സഫീഷ്യൻ്റ് ആണ്. നാൻഡ് ഗേറ്റോ നോർ ഗേറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ബൂളിയൻ എക്സ്പ്രഷനെയും ഡിഫൈൻ ചെയ്യാൻ അത് മതി. അപ്പോൾ ഓപ്ഷനിൽ നാൻഡ് ഗേറ്റോ നോർ ഗേറ്റോ ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനിൽ ആൻഡ് ഗേറ്റോ ഓർ നോട്ട് ഗേറ്റ് മതി. ആൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വെച്ചിട്ട് നാൻഡ് ഗേറ്റിനെ കൺസ്ട്രക്ട് ചെയ്യാം. ഓർ ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ആളെ വെച്ചിട്ട് നോർ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെയൊന്നുമില്ല, നാൻഡ് ഇല്ല, നോറില്ല, അല്ലെങ്കിൽ ആൻഡ് ഓർ നോട്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഇല്ല, ഓർ നോട്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ഇല്ല. അപ്പോൾ ഉള്ളത് നോക്കിയാൽ എക്സോർ എന്താണ്, യൂണിവേഴ്സൽ അല്ല, ആൻഡ് യൂണിവേഴ്സൽ ഇല്ല. യൂണിവേഴ്സൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബൂളിയൻ എക്സ്പ്രഷനെ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഉള്ള ഒരു കോമ്പിനേഷനാണ് ഓർ ആൻഡ് ആൻഡ്. ഓക്കെ, ഓർ ഗേറ്റ് ആൻഡ് ആൻഡ് ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സിനെയും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോട്ട് ഗേറ്റ് കൂടി ഉണ്ടെങ്കിൽ, ഓർ ഗേറ്റ് ഉണ്ട്, ആൻഡ് ഗേറ്റ് ഉണ്ട്, ആൻഡ് നോട്ട് ഗേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒരു യൂണിവേഴ്സൽ ഗേറ്റ് ആക്കുക. കാരണം ഓറിനെയും നോട്ടിനെയും വെച്ചിട്ട് നമുക്ക് നോറ് കൺസ്ട്രക്ട് ചെയ്യാം അല്ലേ. ആൻഡും നോട്ടും വെച്ചിട്ട് നമുക്ക് ആരെ കൺസ്ട്രക്ട് ചെയ്യാം, നാൻഡ് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഇതൊന്നും ഇതിൽ ഉൾപ്പെടാത്തത് കൊണ്ട് ആൻസർ വരുന്നത് നൺ ഓഫ് ദീസ് ആയിരിക്കും. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം, കെ മാപ്പാണ്. കെ മാപ്പിൽ വരുന്നത് സം ഓഫ് 3 4 6 7 ആണ്. ഓക്കെ, വേരിയബിൾ തന്നിട്ടുണ്ട് ABC, ഇംപ്ലിമെൻറ്റഡ് യൂസിങ് SOP ഫോം, ദ റിസൾട്ടൻ്റ് ബൂളിയൻ ഫംഗ്ഷനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കെ മാപ്പ് വരച്ച് അല്ലേ. കെ മാപ്പ് വരച്ചിട്ട് 3 4 6 7 ഏത് കൊടുത്ത്, ഓരോ കൊടുത്ത്, 3 കൊടുത്ത്, 4 കൊടുത്ത്, 7 കൊടുത്ത്, 6 കൊടുത്ത്. അതിനുശേഷം നമുക്ക് ഗ്രൂപ്പാക്കി തിരിച്ച് ഇവർ രണ്ടാളും ഒരു ഗ്രൂപ്പും ഇവർ രണ്ടാളും ഒരു ഗ്രൂപ്പ്, 2 ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഇതിൽ അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കിക്കോ, അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് ABC വെച്ചിട്ട്
ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫസ്റ്റ് ആൾ ഇതാ ഇയാളാണ് വിചാരിക്കുക. ഇയാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വരും? എ സീക്വൽ ടു 1 ആൻഡ് ബി സി സീക്വൽ ടു 0 0 അല്ലേ, 1 0 0 അല്ലേ. നെക്സ്റ്റ് ആളാരാ? ഇയാളാണ് ഗ്രൂപ്പിൽ നെക്സ്റ്റ് ആൾ അല്ലേ. ഇയാൾ ഗ്രൂപ്പിലെ നെക്സ്റ്റ് ആളാണുമ്പോൾ ഇയാൾ എന്ത് വരും? എ സീക്വൽ ടു 1 ആൻഡ് ബി സി സീക്വൽ ടു 1 0 1 1 0 അല്ലേ. നമ്മൾ ഇതിൻ്റെ ഒരു വേരിയബിൾസ് എന്തൊക്കെ വരും? അതായത് എ ഉണ്ട് അല്ലേ, എ ഉണ്ട്. ബീനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല, ബീനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താ? സോറി, ബി നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ബി നോക്കുന്ന സമയത്ത് ബിയിൽ 0 ഉണ്ട് 1 ഉണ്ട്. അപ്പോൾ ബീനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് ഒഴിവാക്കാം. സി സീക്വൽ ടു 0 0 അല്ലേ. അപ്പോൾ എ ഉണ്ട്, സി ഉണ്ട്. എ സീക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് എ അതേപോലെ എടുത്ത് അതിൻ്റെ സി സീക്വൽ ടു 0 ആയതുകൊണ്ട് സി ബാർ എന്ന് എഴുതി അല്ലേ. നെക്സ്റ്റ് ഈ ഗ്രൂപ്പിലെ ആളെടുക്കുക. ഈ ഗ്രൂപ്പിൽ എടുക്കുന്ന സമയത്ത് എന്താണ്? എ സീക്വൽ ടു ഓക്കെ, എ സീക്വൽ ടു നോക്കിയാൽ എ എന്തായാലും എ എന്താ ഇവിടെ ഇയാളെ നോക്കാം. ഫസ്റ്റ് ഇയാളെ നോക്കുന്ന സമയത്ത് എ 0 1 1 വരും അല്ലേ. എ സീക്വൽ ടു 0 1 1. നെക്സ്റ്റ് ഇയാളെ നോക്കുന്ന സമയത്ത് 1 1 1 അല്ലേ, 1 1 1 അല്ലേ. അപ്പോൾ എനെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം, കാരണം 0യും 1 വരുന്നുണ്ട്. നെക്സ്റ്റ് ബിയും സിയും ആണ്, രണ്ടും 1 ആണെന്നുകൊണ്ട് നമുക്ക് ആൻസർ ഈസ് ഈക്വൽ ടു ബി സി എന്ന് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബി സി പ്ലസ് എ സി ബാർ എന്ന് കിട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ആൻസർ കട്ട് ചെയ്യാം. ഇത് ഈ ഒരു ബൂളിയൻ ഫംഗ്ഷൻ ഇതിലില്ല. ദാറ്റ്സ് മീൻസ് ദാറ്റ് ഈസ് നൺ ഓഫ് ദിസ്. ഓക്കെ, 5th ക്വസ്റ്റ്യൻ. എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താ? എക്സോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് എക്സോർ ഗേറ്റ് അല്ലേ. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എ ബി ബാർ പ്ലസ് എ ബാർ ബി ആണ്. നിങ്ങളിന്ന് കാണാതെ പഠിച്ചു പോകാൻ വേണം. ഓക്കെ, 6th ക്വസ്റ്റ്യൻ കുറച്ച് ആളുകൾ ഡോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ദ ഫോളോയിങ് ഗേറ്റ് വിൽ ഗിവ് എ 0 അല്ലേ. ഗിവ് എ 0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി, ഔട്ട്പുട്ട് എന്ത് കിട്ടി? 0 കിട്ടി. വെൻ ബോത്ത് ഓഫ് ഇറ്റ്സ് ഇൻപുട്ട്സ് ആർ 1, രണ്ട് ഇൻപുട്ട് 1 വരിക ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി 0. ഇങ്ങനെ ഒരു ഗേറ്റ് ഏത് ഗേറ്റിനാണ് ചോദിച്ചത്? അതായത് ഇപ്പോൾ ഒരു ആൻഡ് ചോദിച്ചു. ഓക്കെ, ആൻഡ് ആണ്. ഇപ്പോൾ ഇതൊരു ഗേറ്റാണ് വിചാരിക്കുക, ആൻഡ് ആണ്. ക്വസ്റ്റ്യനിൽ എന്താ? രണ്ട് ഇൻപുട്ടും 1ഉം ഔട്ട്പുട്ട് വിൽ ബി 0 ആണ് അല്ലേ. അപ്പോൾ ആൻഡിൻ്റെ കേസിൽ 2 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 1 വരും അല്ലേ. നോക്കിയാൽ ഓറാണെങ്കിലോ 2 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വിൽ ബി 1 വരും. ആൻഡ് ആണെങ്കിലോ, അതായത് ആൻഡ് ആണെന്ന് നാൻഡ് എന്താ സംഭവം? നാൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു നോട്ട് ഗേറ്റ് അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടെ ഇതൊരു ആൻഡ് ഗേറ്റ് ആണ് വിചാരിക്കുക. രണ്ട് ഇൻപുട്ട് 1, അപ്പോൾ ഔട്ട്പുട്ട് 1 വരും അല്ലേ. അപ്പോൾ ഈ 1 നോട്ട് ഗേറ്റിലൂടെ പോയി കഴിഞ്ഞാൽ അതായിരിക്കും നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് വരിക. അപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? 0 വരും. അപ്പോൾ ആൻസർ 0 അല്ലേ, കിട്ടിയില്ലേ? എക്സോർ അല്ല. 7th ക്വസ്റ്റ്യനും കുറച്ച് ആളുകൾ ഡോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3 ബിറ്റ്സ് ഫുൾ ആർഡർ കണ്ടെയ്ൻസ് ഈ 3 ബിറ്റ്സ് ഫുൾ ആർഡറിന് എത്ര ഇൻപുട്ട് ഉണ്ടാവും? 3 ഇൻപുട്ടാണ് ഉണ്ടാവും അല്ലേ. 3 ഇൻപുട്ട് ഉണ്ടാവും. ഇപ്പോൾ 3 ബിറ്റ്സ് ഫുൾ ആർഡർ ആണെന്നുണ്ടെങ്കിൽ 3 ഇൻപുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഓപ്ഷനിൽ നോക്കിയാൽ ഇൻപുട്ട് നല്ല തന്നിട്ടുള്ളത് കോമ്പിനേഷണൽ ഇൻപുട്ടാണ്. അപ്പോൾ 3 ഇൻപുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് 8 കോമ്പിനേഷൻസ് ആക്കാൻ പറ്റും. അപ്പോൾ എന്താണ് സംഭവം? അതായത് ഇപ്പോൾ 3 ഇൻപുട്ടുകളാണ്. ഇപ്പോൾ എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള, ഇപ്പോൾ നോക്കിയാൽ ഇതൊരു ഫുൾ ആർഡറാണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഇൻപുട്ട് 3 ബിറ്റ്സ് ഫുൾ ആർഡറിനാണെങ്കിൽ 3 ബിറ്റ് ഉണ്ടാവും ഇൻപുട്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എത്ര കോമ്പിനേഷൻസ് ഉണ്ടാക്കുക? എ ബാർ ബി ബാർ സി ബാർ ഉണ്ടാക്കിക്കൂടെ? എ ബാർ ബി ബാർ സി, എ ബി സി ബാർ, ഇങ്ങനെ 8 എണ്ണം നമുക്ക് ഉണ്ടാക്കിക്കൂടെ? 3 ഇൻപുട്ടാണെന്നുണ്ടെങ്കിൽ 2�3 = 8 കോമ്പിനേഷൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദെൻ ദി 8th ക്വസ്റ്റ്യൻ. ഹൗ മെനി സെലക്ട് ലൈൻസ് വുഡ്
ബി റിക്വയർഡ് ഫോർ 8 ലൈൻ ടു 8 ഇൻറ്റു അല്ലേ 8 ഇൻറ്റു 1 മക്സ് ആണ് അല്ലേ 8 ഇൻറ്റു 1 മക്സ് ആകുമ്പോൾ നമുക്ക് എത്ര സെലക്ഷൻ ലൈൻ അപ്പോൾ 8 നിന്ന് എങ്ങനെ കിട്ടിയത് 2�3 ആണ് 8 അല്ലേ അപ്പോൾ 2n മൾട്ടിപ്ലക്സർ ആണെന്നുണ്ടെങ്കിൽ വേർ n ഈസ് ദി നമ്പർ ഓഫ് സെലക്ഷൻ ലൈൻ. അപ്പോൾ ഇവിടെ എത്ര 2�3 ആണ് അല്ലേ 3 നമ്പർ ഓഫ് സെലക്ഷൻ ലൈനാണ്. ആൻസർ വരുന്നത് ഡി ആണ്. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ SR ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺസ്ട്രക്റ്റഡ് ബൈ ക്രോസ് കപ്ലിംഗ്. നമ്മൾ SR ആയിക്കോട്ടെ ഡി ആയിക്കോട്ടെ JK ആയിക്കോട്ടെ T ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിക്കോട്ടെ നിങ്ങൾ ആ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഫിഗർ എടുത്ത് നോക്കുന്ന സമയത്ത് അതൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് NOR ഗേറ്റോ അല്ലെങ്കിൽ NAND ഗേറ്റോ വെച്ചിട്ടാണ് അല്ലേ. ഒരു NAND ഗേറ്റ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ NOR ഗേറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 10th ക്വസ്റ്റ്യൻ ഹൂസ് ഓപ്പറേഷൻസ് ആർ മോസ്റ്റ് ഫാസ്റ്റർ എമംഗ് ദി ഫോളോയിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 4 ഓപ്ഷൻസിലും ഇതിൽ BCD സീക്വൻഷ്യൽ സർക്യൂട്ട്, ലാച്ചസ് ആൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് മൂന്നും എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ടാണ് അല്ലേ. സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോമ്പിനേഷൻ സർക്യൂട്ട് ആണെങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു സർക്യൂട്ട് ഉണ്ടാവും, ഇൻപുട്ടുകൾ ഉണ്ടാവും ആൻഡ് ഔട്ട്പുട്ട് അല്ലേ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിനെ ഇൻപുട്ടിനനുസരിച്ച് ഈ കോമ്പിനേഷൻ സർക്യൂട്ടിൽ ഔട്ട്പുട്ട് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളൂ. ഇനി നോക്കിയാൽ ഈ ഔട്ട്പുട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഇൻപുട്ടിലേക്ക് തന്നെ ഒരു ഫീഡ്ബാക്ക് കൊടുക്കേണ്ട സർക്യൂട്ടാണ് ആര്, സീക്വൻഷ്യൽ സർക്യൂട്ട് അല്ലേ. അപ്പോൾ കോമ്പിനേഷൻ സർക്യൂട്ട് വർക്ക് ചെയ്തതിന് ശേഷം ഒരു ഫീഡ്ബാക്ക് കൂടി വർക്ക് ചെയ്താലേ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് ഫുള്ളാവുള്ളൂ അല്ലേ. അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ട് സ്ലോവർ ആവൂലേ അല്ലേ. അപ്പോൾ ഈ ഒരു 4 ഓപ്ഷനിലും ഫാസ്റ്റർ ആയിട്ടുള്ള സർക്യൂട്ടുകൾ കോമ്പിനേഷൻ സർക്യൂട്ടുകളായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 11 കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡി ഫ്ലിപ്പ് ഫ്ലോപ്പ് ക്ലോക്ക് ഇൻപുട്ട് ഈസ് ഹൈ. ഏതൊരു ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണെങ്കിലും ഹൈ ക്ലോക്ക് ഇൻപുട്ട്, ഇപ്പോൾ ക്ലോക്കിന് 2 വാല്യൂസ് ഉണ്ടാവും അല്ലേ, ഹൈ ആവാം ലോ ആവാം. ലോ ആയിക്കഴിഞ്ഞാൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യൂല എന്ന് മനസ്സിലാക്കാം. ദെൻ ഹൈ ആയിക്കഴിഞ്ഞാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് വർക്കിംഗ് തുടങ്ങി. ഇനി ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഡി വാല്യൂ, അതായത് പ്രീവിയസ് വാല്യൂ എന്തായിരിക്കും, 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഒരു ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് പ്രീവിയസ് വാല്യൂ Q ആണെന്ന് വിചാരിക്കുക, നെക്സ്റ്റ് വാല്യൂ Qn+1, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. Qn+1 ഈസ് ഈക്വൽ ടു ഡി എന്നാണ് അല്ലേ. അതായത് എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്ത വാല്യൂ അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിലും വരിക അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഡാറ്റ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി ഈക്വൽ ടു 1 നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അത് തന്നെ ആയിരിക്കും ഡി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ ഔട്ട്പുട്ടും വരിക. അപ്പോൾ ഔട്ട്പുട്ട് വിൽ ബി 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12 കൺവേർട്ട് ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ ഹെക്സാഡെസിമലിലേക്ക് മാറ്റുക. ഒക്ടൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഒക്ടൽ നമ്പർ ആയിക്കോട്ടെ, ഹെക്സാഡെസിമൽ നമ്പർ ആയിക്കോട്ടെ, ഒക്ടലിൽ നിന്ന് ഹെക്സാ അല്ലെങ്കിൽ ഹെക്സായിൽ നിന്ന് ഒക്ടൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, ഫസ്റ്റിൽ ആ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഒക്ടലാണ്. ഇനി ഇത് ഹെക്സാഡെസിമൽ ആണെന്നുണ്ടെങ്കിലും ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതിനെങ്ങനെയാണ് നിങ്ങൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഓരോ ബിറ്റിനെയും 3 ബിറ്റ് വെച്ചിട്ട് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 4നെ 3 ബിറ്റ് ആക്കുക, 0നെ 3 ബിറ്റ് ആക്കുക, 1നെ 3 ബിറ്റ് ആക്കുക. ഓക്കെ, ഇനി ഇത് ഹെക്സാഡെസിമൽ നമ്പർ ആണെന്ന് വിചാരിക്കുക, ഇതൊരു ഹെക്സാഡെസിമൽ നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 4നെ എന്താക്കും 4 ബിറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, 5401 ഇതൊരു ഹെക്സാഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ 16 ഇങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുക, 16 ബേസ് ആക്കുക, അല്ലെങ്കിൽ H എന്നാക്കാനും പറയാം. ഓക്കെ, അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതൊരു ഹെക്സാഡെസിമൽ നമ്പറാണ്. അപ്പോൾ 5നെ എങ്ങനെയാണ് 4 ബിറ്റിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക, ഒക്ടലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, 101 അല്ലേ. ഹെക്സാഡെസിമൽ ആണെങ്കിലോ 0101 0101. ഇനി 4നാണെങ്കിൽ ഹെക്സാഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് 0100 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഹെക്സാഡെസിമൽ ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റുക, ഒക്ടലാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റുക, 3 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, 3 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്ത് 3 ബിറ്റ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്ത്, ഓക്കെ 5 കൺവേർട്ട് ചെയ്ത്
4നെ കൺവേർട്ട് ചെയ്ത് 0 കൺവേർട്ട് ചെയ്ത് 1 കൺവേർട്ട് ചെയ്ത് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ എക്സലിലേക്കാണ് മാറ്റുന്നത് അല്ലേ. ഹെക്സാഡെസിമലിലേക്ക് മാറ്റുമ്പോൾ 4 വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, 4 വെച്ച് ഗ്രൂപ്പ് ചെയ്താൽ 1 0 1 1 എന്ന് പറഞ്ഞാൽ എത്ര 11 എന്ന് പറഞ്ഞാൽ എന്താ ബി ആ. നെക്സ്റ്റ് 0 0 0 0 അത് ഇസ് ഈക്വൽ ടു 0. ദെൻ 0 0 0 1 ഇസ് ഈക്വൽ ടു 1. B01 സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ബൈനറി കോഡഡ് ഡെസിമൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ്. എന്താണ് ബൈനറി? BCD ആണെന്നുണ്ടെങ്കിൽ 4 ബൈനറി ഡിജിറ്റ്സ് വെച്ചിട്ടാണ് അത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, 14th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഫോളോയിങ് സർക്യൂട്ട്? ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഫംഗ്ഷൻ എന്താ ചോദിച്ചിട്ടുള്ളത്. അതായത് F0 ഔട്ട്പുട്ട് എന്താ, F0 F1 F2 F3. F0 എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അത് തന്നെയാണ് F0 അല്ലേ. വേറെ സർക്യൂട്ടിലേക്ക് ഈ ഗേറ്റിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ F0 is equal to F1. F0 is equal to I0. F1 എന്ന് പറഞ്ഞാൽ എന്താ I0 XOR I1 അല്ലേ. I0 XOR I1 അല്ലേ. F2 എന്താ, F2 is equal to I1 XOR I2 അല്ലേ. F3 എന്താ I2 XOR I3. ഓക്കെ, ഇതെന്താണ് സംഭവം ശരിക്കും? അപ്പോൾ ബൈനറി ടു ഗ്രേ കോഡ് അല്ലേ. നമ്മളിത് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ബൈനറി ടു ഗ്രേ ടു ബൈനറി ഒക്കെ പഠിച്ചതാണ് അല്ലേ. ബൈനറി ടു ഗ്രേ കോഡാണ് ഈ ഒരു സർക്യൂട്ട്. 15th ക്വസ്റ്റ്യൻ 2's കോംപ്ലിമെൻറ്റ് കാണാനാണ്. വാല്യൂ തന്നിട്ടുള്ളത് -50. അപ്പോൾ ഇതെങ്ങനെയാണ് 2's കോംപ്ലിമെൻറ്റ് കാണാം? -50 ആണെങ്കിൽ 50യുടെ ബൈനറി വാല്യൂ കാണാം. അപ്പോൾ 50യുടെ ബൈനറി വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണാം 50 ഡിവൈഡഡ് ബൈ 2, 25 ഡിവൈഡഡ് ബൈ 2, 12 ഡിവൈഡ് ബൈ 2. ഇതിങ്ങനെ കണ്ടുപോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഫെമിലിയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് നോക്കാം. 32 + 16 + 2 is equal to 15 അല്ലേ. അപ്പോൾ അതിൻ്റെ അതാത് പൊസിഷനിൽ 1 ഇട്ട് കൊടുക്കുക. 32ൽ 1, 60ൽ 1, 2ൽ 1, ബാക്കിയുള്ള സ്ഥലത്തേക്ക് 0 കൊടുക്കുക. അതാണ് 50. ഓക്കെ, അപ്പോൾ 15ൻ്റെ 2's കോംപ്ലിമെൻറ്റ് കണ്ടാൽ മതി. ഓക്കെ, ഈ ഒരു ബൈനറി വാല്യൂയുടെ 2's കോംപ്ലിമെൻറ്റ് കാണുമ്പോൾ ദെൻ ഇതിൻ്റെ 1's കോംപ്ലിമെൻ്റ് ആണ് 0 0 1 1 0 1. ഓക്കെ, ഇതിലേക്ക് 1 ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ 2's കോംപ്ലിമെൻറ്റ് കിട്ടും. ഓക്കെ, 2's കോംപ്ലിമെൻറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയാൽ ഓക്കെ ഇതായിരിക്കും നിങ്ങൾക്കിപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ആൻസർ. ഇതായിരിക്കും, ഇത്രയായിരിക്കും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു 1 ഇട്ട് കൊടുക്കുക. അതായിരിക്കും -50യുടെ 2's കോംപ്ലിമെൻറ്റ്. ഓക്കെ, അതിനുശേഷം അതിൻ്റെ ലെഫ്റ്റിലേക്ക് എത്ര 1 ഇട്ട് കൊടുത്താലും ഈ ഒരു -50 തന്നെ ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? അതായത് ഇപ്പോൾ ഇത്ര ഭാഗം എടുക്കുക, ഇതും സെയിമാണ്, ഇതും സെയിമാണ്. ഓക്കെ, അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ലെഫ്റ്റിലെ 1 ഇല്ലേ അതിൻ്റെ വാല്യൂ ഈക്വൽ ടു -64 പവർ അല്ലേ. ഇത് 1 2 4 18 16 32 64. നമ്മൾ പറഞ്ഞത് 2's കോംപ്ലിമെൻറ്റ് കാണുന്ന സമയത്ത് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റുള്ള വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ അത് ഈക്വൽ ടു മൈനസ് ആ പവർ ആയിരിക്കും അല്ലേ. അപ്പോൾ -64 + 8 + 4 + 1 ഈ 1ൻ്റെ സ്ഥാനത്തിലൊക്കെ ഇട്ട് ഈക്വൽ ടു -50. കറക്റ്റാണ്, ആൻസർ കറക്റ്റാണ്. അപ്പോൾ ഇത് വരുന്നത് ഏതാ വരുന്നത് കണ്ടോ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇത്ര വരെ നമുക്ക് കിട്ടിയത്. പിന്നെ അതിന് ശേഷം നമുക്ക് എത്ര 1 ഇവിടെ വന്നാലും വാല്യൂ സെയിം ആയിരിക്കും. അത് നോക്കാം. ദെൻ സി പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. 16th ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ ഫാദർ ഓഫ് സി ലാംഗ്വേജ്? ഡെന്നിസ് റിച്ച് അറിയുന്നതാണ്. ആൾ കീവേഡ്സ് ആർ ഇൻ സി ലോവർ കേസ് ലെറ്റേഴ്സിലാണ് നമുക്ക് കീവേഡ്സ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് കനോട്ട് ബി എ വേരിയബിൾ നെയിം ഇൻ സി? വേരിയബിൾ നെയിം അതായത് ഇപ്പോൾ നമുക്ക് ഒരു വേരിയബിൾ, നമുക്ക് ഒരുപാട് വേരിയബിൾ, ഇപ്പോൾ സം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേരിയബിളിന് നെയിം കൊടുക്കുമല്ലോ അല്ലേ. നെയിം എന്ന് പറഞ്ഞിട്ടൊക്കെ വേരിയബിളിന് നെയിം കൊടുക്കും. ഈ വേരിയബിളിന് നെയിം ആവാൻ പാടില്ലാത്ത ഏതൊക്കെ? അപ്പോൾ നമുക്കറിയാം 32 കീവേഡ്സ് ഉണ്ട് സിയിൽ അല്ലേ. ആ കീവേഡ്സ് നിങ്ങൾ കാണാതെ പഠിച്ചു പോകണം.
ഓക്കെ, ഈ 32 കീവേഡ്സ് അല്ലാത്ത വേർഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേരിയബിൾ നെയിമായിട്ട് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഒരു ഒരു കീവേഡാണ് വോളറ്റൈൽ. ഈ വോളറ്റൈലിനെ നമുക്ക് വേരിയബിളിൻ്റെ നെയിമായിട്ട് എവിടെയും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് ഒരു കീവേഡാണ്, സിയിലെ കീവേഡ് ഫംഗ്ഷനാണ്. വാട്ട് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഇറ്ററേഷൻസ് ഇൻ സി? ഇറ്ററേഷൻസ് എന്ന് പറഞ്ഞാൽ ലൂപ്പാണ്. ഓക്കെ, അതായത് ഒരു കണ്ടീഷൻ ഉണ്ടാവും, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഈ ലൂപ്പ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ആ കണ്ടീഷൻ ചിലപ്പോൾ ലൂപ്പിന് പുറത്തും അകത്തൊക്കെ ആവാം, അതിൻ്റെ നേച്ചർ അനുസരിച്ച്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടാവും, ഒരു ലൂപ്പ് ഉണ്ടാവും. അതായത് ഇത് എത്രമാത്രം വർക്ക് ചെയ്യണം എന്നുണ്ടാവുമെങ്കിൽ ആ ഒരു കണ്ടീഷൻ്റെ ഉള്ളിൽ ഉണ്ടാവും. എപ്പോഴാണോ കണ്ടീഷൻ ഫാൾസ് ആവുന്നത് അപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഇറ്ററേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇറ്ററേഷൻസ് ഉണ്ട്? ഫോർ ലൂപ്പ് ഉണ്ട്, വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഒക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 20th ക്വസ്റ്റ്യൻ. ആഷ് ഇൻക്ലൂഡ് stdio.h. ഇത് പറഞ്ഞാൽ എന്താ? ഇതൊരു പ്രീ പ്രോസസ്സേഴ്സ് ഡിറക്റ്റീവ്സ് ആണ്. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ വരാം, പ്രീ പ്രോസസ്സർ ഡിറക്റ്റീവ്സിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സിമ്പിൾ ഹാഷ് സിമ്പിളാണ്. ഹാഷ് ഇൻക്ലൂഡ് അല്ലേ, ഹാഷ് സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21th. സി ലാംഗ്വേജിൽ ഫയൽ, അതായത് ഇപ്പോൾ നമുക്ക് സി ലാംഗ്വേജിൽ ഫയൽ ഹാൻഡ്ലിംഗ് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. ഫയൽസിനെ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക, റൈറ്റ് ചെയ്യുക, ഒരു ഫയലിൽ നിന്ന് വാല്യൂസ് റീഡ് ചെയ്യുക, ഫയലിലേക്ക് വാല്യൂസ് റൈറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പോയിൻ്ററാണെന്ത്, ഫയൽ. അപ്പോൾ അതായത് നമ്മൾ ഫയൽ പോയിൻ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഫയൽ പോയിൻ്ററിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്ട്രക്ചറാണ് കേട്ടോ. ഫയൽ പോയിൻ്ററിൻ്റെ ഡാറ്റ ടൈപ്പ് എപ്പോഴും സ്ട്രക്ചർ ആയിരിക്കും കേട്ടോ. ഓക്കെ, 22 ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സൈസ് ഓഫ് ക്യാരക്ടർ? ഓക്കെ, 32 ബിറ്റ് സി കമ്പൈലറിൻ്റെ ക്യാരക്ടറിൻ്റെ സൈസ് എത്ര? 1 byte ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ് 1 byte. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്? ലോജിക്കൽ ഓപ്പറേറ്റർ അല്ലാത്തത് ആരാ? അതായത് ഇപ്പോൾ ഇതിലുള്ളത്, ഓക്കെ, ഇപ്പോൾ ഇതിലുള്ളത് ഡബിൾ ആൻഡ് ഉണ്ട്, നോട്ട് ഉണ്ട്, ഡബിൾ ഓർ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും എന്താ? ഇത് മൂന്നും ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. അതായത് ഇതിനെ ലോജിക്കൽ ആൻഡ് എന്ന് പറയും, ലോജിക്കൽ നോട്ട് എന്ന് പറയും, ലോജിക്കൽ ഓർ എന്ന് പറയും. ഒരൊറ്റ സിംഗിൾ ബാർ ആണെന്നുണ്ടെങ്കിൽ ഇത് ബിറ്റ് വൈസ് ഓറാണ്. അപ്പോൾ എന്താണ് ലോജിക്കൽ ഓറും അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്ററും ബിറ്റ് വൈസ് ഓപ്പറേറ്ററും തമ്മിൽ വ്യത്യാസം? ഇപ്പോൾ ഇവിടെ നോക്കാം. ഇപ്പോൾ ബിറ്റ് വൈസ് ആണെങ്കിൽ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, നേരത്തെ വോയിസ് ക്ലിയർ അല്ലാത്തതുകൊണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക, ബിറ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 7 or 8 ആണ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ, 7 or 8 ആണ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ 7നെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 8നെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാം? ഓർ ഓപ്പറേഷൻ നടത്തുക, ഓരോ ബിറ്റിനും ഓർ നടത്തുക. 1 or 0 എന്തായിരിക്കും? 1 ആയിരിക്കും. 1 or 0 1, 1 or 0 1, 1. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 15 ആയിരിക്കും. ഓക്കെ, ഇനി ഇത് ബിറ്റ് വൈസ് അല്ല, ലോജിക്കൽ ഓർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ലോജിക്കൽ ഓറിന് നമുക്ക് 2 വാല്യൂ വരുള്ളൂ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഐദർ 0 or 1. ഓക്കെ, 7 എന്ന് പറഞ്ഞാൽ 0 ആണോ അല്ലേ നോക്കും. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 അല്ലാത്തൊരു വാല്യൂ ആണ്. അപ്പോൾ 7ന് കറസ്പോണ്ടിങ് വാല്യൂ 1 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. 8ന് കറസ്പോണ്ടിങ് വാല്യൂ 1 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 15 ആയിരിക്കും. ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിന് വാല്യൂ 0 or 1 മാത്രമേ വരുള്ളൂ. ഇപ്പോൾ 7 ആണെങ്കിൽ ഇതിനെ 1 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, 8 ആണെങ്കിലും 1 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇത് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24th. എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ലൂപ്സിനെ വീണ്ടും 2 ആക്കി തിരിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ 4 ആണെങ്കിൽ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആയാൽ മാത്രമേ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ഉള്ളൂ. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ
ആ ലൂപ്പിലേക്ക് പോവാതെ അതിൻ്റെ പുറത്തേക്ക് പോകും. അതാണ് എൻട്രി കൺട്രോൾ ലൂപ്പ്. ഇപ്പോൾ ഫോർ ലൂപ്പ് ആണെങ്കിലും വൈൽ ലൂപ്പ് ആണെങ്കിലും അങ്ങനെയാണ് വർക്ക് ചെയ്യുക. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പ്രോഗ്രാം ലൈൻ ഓഫ് കോഡ് ഇവിടെ വന്ന് കഴിഞ്ഞ് അടുത്ത ശേഷം എന്താണ് ഡു വൈലാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. അപ്പോൾ ഡു എന്ന് പറഞ്ഞിട്ട് ഈ ലൂപ്പിന് വർക്ക് ചെയ്യും. ഈ ലൂപ്പ് വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വൈലിൽ ഈ കണ്ടീഷൻ റൺ ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഈ കണ്ടീഷൻ റൺ ചെയ്തിട്ട് കണ്ടീഷൻ ഈസ് ഫാൾസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എക്സിറ്റ് കൺട്രോൾ ലൂപ്പാട്ടോ പറയുന്നത്. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അടുത്ത ലൈൻ ഓഫ് കോഡിലേക്ക് പോകും. ഈ ലൂപ്പിലേക്ക് വീണ്ടും പോകില്ല. കൺട്രോൾ ഈ ലൂപ്പിലേക്ക് പിന്നെയും കൺട്രോൾ പോകില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ എന്താണ് ഒരു തവണയെങ്കിലും നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ലൂപ്പ് ഒന്ന് വർക്ക് ചെയ്യും. കാരണം ഇവിടെ ചെക്ക് ചെയ്യാതെ തന്നെ ഉള്ളിൽ കയറി ഒരു തവണ അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും? വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അത് കണ്ടീഷൻ ഫാൾസ് ആണ് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് വന്ന് ഇനി കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്തിലേക്ക് പോകും? ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോകും. ഓക്കെ, അപ്പോൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണെങ്കിൽ ലൂപ്പ് ചെക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ആ ലൂപ്പ് ഒന്ന് വർക്ക് ചെയ്തിട്ട് ശേഷം മാത്രമേ ലൂപ്പ് ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ടൈമെങ്കിലും ലൂപ്പ് വർക്ക് ചെയ്യും എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ. എൻട്രി കൺട്രോൾ ലൂപ്പിൽ ആ വൺ കണ്ടീഷനൊന്നുമില്ല. കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ലൂപ്പ് വർക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ലൂപ്പിൻ്റെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കി വെക്കാം. എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ എക്സാമ്പിളാണ് ഫോറും വൈലും. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ എക്സാമ്പിളാണ് ഡു ആൻഡ് വൈൽ, ഡു വൈൽ ലൂപ്പ് കേട്ടോ. ഡു വൈൽ സിംഗിൾ ലൂപ്പ്. 25th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിൻടാക്സ് ഈസ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഇൻ സി? അതായത് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടേർണറി ഓപ്പറേറ്റർ എന്ന് പറയും. അതിൻ്റെ സിൻടാക്സ് എന്താ? ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും, അതിന് ശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം ഒരു എക്സ്പ്രഷൻ 1, ദെൻ എക്സ്പ്രഷൻ 2. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? എക്സ്പ്രഷൻ 1 ഇവിടെ ഒരു കണ്ടീഷനാണ് ഉണ്ടാവുക ശരിക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ A = 5, B = 7. A > 7 ആണോ നോക്കൂ, അല്ലെങ്കിൽ A > B ആണോ അല്ലേ? A > B ആണോ ചെക്ക് ചെയ്യുക. A > B ആണോ? അല്ല, ഫോൾസ് ആണ് അല്ലേ? ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ഈ ഒരു എക്സ്പ്രഷൻ ഒരു കണ്ടീഷനാണ്. ചെക്ക് ചെയ്തിട്ട് ഇത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു ഇവിടെ വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണുള്ളത്. A = 5, B = 7. ദെൻ A > B ക്വസ്റ്റ്യൻ മാർക്ക് 1 0 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് വിൽ ബി 0 എന്ന് വരും. കാരണം എന്താ 0 വരാൻ കാരണം? A > 1 ആണ് നോക്കി, A > B ആണ് നോക്കി. ഇവിടെ തെറ്റാണ്. നേരെ ഇതിലേക്ക് പോയിട്ട് ഇതാണ് ഫങ്ഷൻ ചെയ്യുക. അപ്പോൾ ഔട്ട്പുട്ട് വിൽ ബി 0. ഇനി ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ B = എന്ത് കൊടുക്കാം? 1 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കറക്റ്റായി അല്ലേ? അങ്ങനെയാണെങ്കിൽ നേരെ ഇതിലേക്ക് പോയിട്ട് ഔട്ട്പുട്ട് വിൽ ബി എന്ത് വരും? 1 വരും. ഓക്കെ, ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് പോകും, ഫാൾസ് ആണെങ്കിൽ ഇത് വർക്ക് ചെയ്യും. അങ്ങനെ. ഓക്കെ, ഇതാണ് എന്ത്? ടേർണറി ഓപ്പറേറ്റർ അല്ലെങ്കിൽ കണ്ടീഷൻ ഓപ്പറേറ്റർ. ദെൻ 26th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മാത്ത് ലൈബ്രറി ഫംഗ്ഷൻ? ലൈബ്രറി ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ C പ്രോഗ്രാമിങ്ങിൽ സം സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ നമുക്കൊരു പവർ കാണാം. പവർ നമുക്ക് ലൈൻ ഓഫ് കോഡ് നമുക്ക് യൂസേഴ്സിന് ടൈപ്പ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം അല്ലേ? ഔട്ട്പുട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യിപ്പിക്കാം. അതല്ലാതെ തന്നെ ഒരു 2 ഫങ്ഷൻസിൻ്റെ 2 വാല്യൂസിൻ്റെ പവർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളെന്ത് കൊടുത്തു? ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് കൊടുത്ത്. ഇതെന്തിനു വേണ്ടിയിട്ട് കൊടുക്കുന്നത്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിൻ്റെ ഉള്ളിൽ പ്രിൻ്റ് എഫ് കൊടുക്കുന്നുണ്ട് അല്ലേ, സ്കാൻ എഫ് കൊടുക്കുന്നുണ്ട്, ഗെറ്റ്സ് കൊടുക്കുന്നുണ്ട്, പുട്സ് ഒക്കെ കൊടുത്തിട്ട് ഒരുപാട് ഫങ്ഷൻസ്. ഇത് വർക്ക് ചെയ്യണമെങ്കിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻസിനെ, ലൈബ്രറി ഫങ്ഷനെ ഡിഫൈൻ ചെയ്യിപ്പിക്കുക. ഇനി സ്ട്രിങ് ഫങ്ഷൻസാണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു സ്ട്രിങ് കോൺകാറ്റിനേറ്റ് ചെയ്യണം. അപ്പോൾ str cat എന്ന് പറഞ്ഞിട്ടുള്ള
ഒരു ഫംഗ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് സി പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നുണ്ടെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈബ്രറി ഫംഗ്ഷൻ മേലെ നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് സ്ട്രിംഗ് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ മാത്തമാറ്റിക് ഫംഗ്ഷൻസ് ഉണ്ട്, സ്ക്വയർ റൂട്ട് കാണാൻ, പവർ കാണാനൊക്കെ. ഓക്കെ, അത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാത്ത് ഡോട്ട് എച്ച് എന്ന് പറഞ്ഞിട്ട് മാത്തമാറ്റിക് ഫംഗ്ഷൻസ് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മാത്ത് ലൈബ്രറി ഫംഗ്ഷൻ, മാത്ത് ഡോട്ട് എച്ച് ആണ്. ഓക്കെ, 27th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലോജിക്കൽ ഓപ്പറേറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇതൊക്കെ എന്താ ലോജിക്കൽ ഓപ്പറേറ്ററാണ്. ദിസ് ഈസ് എന്താണ് ലാസ്റ്റ് വണ്ണ് ലോജിക്കൽ ഓപ്പറേറ്റർ അല്ല. 28th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താ, തന്നിട്ടുള്ളത് 10 and 7 എന്നാണ്. അതായത് ഈ ആൻഡ് എന്താ ശരിക്ക്, ഇത് ബിറ്റ് വൈസ് ഓപ്പറേറ്ററാണ് അല്ലേ. 10 and 7 ബിറ്റ് വൈസ് ഓപ്പറേറ്റർ ആകുമ്പോൾ 10നെ നമ്മൾ ബൈനറിയിലേക്ക് മാറ്റി, 7ലെ ബൈനറിയിലേക്ക് മാറ്റി. എന്നിട്ട് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ബിറ്റ് വൈസിലും ആൻഡ് ചെയ്യാം. ഓക്കെ, ബിറ്റ് വൈസിൽ ആൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, 0 and 1 എന്താ 0, 1 and 1 1, 0 and 1 0, 1ഉം 0ഉം ആൻഡ് ചെയ്താൽ 0. ഔട്ട്പുട്ട് ഇതിങ്ങനെ കിട്ടി. ദിസ് ഈസ് ദി എന്താണ് ആൻസർ, 2 ആണ് അല്ലേ. 0 0 1 0 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, ഇനി ഇത് ഇവിടെ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്ററാണ്, ഡബിൾ ആൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10നെ നമ്മൾ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുക, 1 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, 7നെ 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. ഔട്ട്പുട്ട് വിൽ ബി 1. ഓക്കെ അല്ലേ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് യു ചൂസ് ടു ജോയിൻ 2 വേർഡ്സ്. 2 വേർഡ്സ് അല്ലെങ്കിൽ 2 സ്ട്രിങ്ങിനെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താ, കോൺകാറ്റിനേഷൻ അല്ലേ, കോൺകാറ്റിനേഷൻ. അപ്പോൾ നമ്മൾ കോൺകാറ്റിനേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, strcat എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരുന്നു. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ടോക്കൺസ് ഇൻ ദി ഫോളോയിങ് സി കോഡ് സെഗ്മെൻറ്റ്. അത് നമ്മൾ ക്ലാസ്സിലൊരു തവണ ഒരു കോഡ് സെഗ്മെൻറ്റിൻ്റെ ചെയ്തതാണ് അല്ലേ, പ്രിൻ്റ് എഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എങ്ങനെയാണ് ടോക്കൺ കൗണ്ട് ചെയ്യുക അല്ലേ. ഇപ്പോൾ നമ്മൾ കീവേഡ്സ് ആണെങ്കിൽ ഒരൊറ്റ സിംഗിൾ ടോക്കൺ ആക്കി എടുക്കുക. 1, ദെൻ കളർ മാറ്റാം. ഓക്കെ, നോക്കിയാൽ 1 പാരാന്തസിസ് ഓപ്പൺ ചെയ്ത് 2, ഇതിൻ്റെ ഉള്ളിലത്തൊക്കെ കൂടി എടുത്ത് 3 4 കൗണ്ട് ചെയ്താൽ മതി. 5 6 7 8 9 10 അല്ലേ, 5 6 7. അത് ഇവിടെ ഒരു കോളൻ ഉണ്ട് ഉണ്ടോ, 7 8 9 10 സ്റ്റാർ 11 12. ഇവിടെ ഒരു കോളൻ ഉണ്ട്, 13 ബ്രേക്ക് കണ്ടോ, ബ്രേക്ക് ഒരു കീവേഡാണ്, മൊത്തത്തിൽ നമുക്ക് എടുക്കാം. 14 15 ആ സെമി കോളൻ, ഓക്കെ 15 17 18 19 20 21. ഇത് സിംഗിളാണ്. 22 സിംഗിൾ ഓപ്പറേറ്റർ ആണല്ലേ. പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പറേറ്റർ ഉണ്ട്, പ്ലസ് എന്ന് പറഞ്ഞിട്ട് വേറെ ഓപ്പറേറ്റർ ഉണ്ട്. 22 23 24 25 ആൻഡ് ക്ലോസിങ് 26. അപ്പോൾ നമ്പർ ഓഫ് ടോക്കൺസ് 26 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ നമ്മളെ എക്സാമിൻ്റെ അനാലിസിസ്. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്യുക എത്ര മാർക്ക് കിട്ടിയെന്ന് കേട്ടോ. താങ്ക് യു.